നമസ്കാരം. 2 വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷം ഇക്കഴിഞ്ഞ സെപ്റ്റംബർ 5-ന് തിരുവനന്തപുരത്ത് വെച്ചാണ് ദിയ കൃഷ്ണയും അശ്വിൻ ഗണേഷും വിവാഹിതരായത്. കൃഷ്ണകുമാറിന്റെ 4 മക്കളിൽ സിനിമയിൽ അരങ്ങേറാത്തത് ദിയ കൃഷ്ണ മാത്രമാണ്. കൃഷ്ണകുമാറിന്റെ മകൾ എന്നതിലുപരി സ്വയം ഒരു ബ്രാൻഡാണ് ദിയ കൃഷ്ണ. അതേസമയം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും മാത്രമല്ല, ദിയ ഒരു സംരംഭകയുമാണ്. OBOC എന്ന പേരിൽ ദിയ ആരംഭിച്ച ഫാൻസി ജ്വല്ലറികളുടെ സംരംഭം വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. ഇക്കഴിഞ്ഞ സെപ്റ്റംബറിലാണ് ദിയയും ആത്മാർത്ഥ സുഹൃത്ത് അശ്വിൻ ഗണേഷും വിവാഹം ചെയ്യുന്നത്. വിവാഹശേഷം ഭർത്താവ് അശ്വിനൊപ്പം സ്വന്തം വീടിനോട് ചേർന്ന് വാങ്ങിയ ഫ്ളാറ്റിലാണ് ദിയയുടെ താമസം. യൂട്യൂബ് ബ്ലോഗറുമായും സജീവമായ ദിയ പങ്കിട്ട ഏറ്റവും പുതിയ വീഡിയോ ആണ് ശ്രദ്ധിക്കപ്പെടുന്നത്. ഇപ്പോൾ താൻ അമ്മയാകാൻ ഒരുങ്ങുന്നുവെന്ന് ദിയ കൃഷ്ണ വെളിപ്പെടുത്തുന്നു. നിങ്ങളിൽ പലരും ഓൾറെഡി അത് ഗസ് ചെയ്തത് തന്നെ ശരിയാണ്. 3-ാം മാസത്തിലെ സ്കാനിംഗ് കഴിയാൻ കാത്തിരുന്നതാണ്. അമ്മയാകാൻ പോകുന്നു. എനിക്കും അശ്വിനും പുതിയ തുടക്കം, ദിയ കുറിച്ചു. നമ്മുടെ കുഞ്ഞുവാവയെ സ്വാഗതം ചെയ്യാൻ ഞങ്ങൾ എല്ലാവരും തയ്യാറാണ്. ഇതിനകം പ്രഡിക്റ്റ് ചെയ്തവർ ഏറെയുണ്ട്. അതെ, നിങ്ങൾ പറഞ്ഞത് ശരിയാണ്. എന്റെ 3-ാം മാസത്തെ സ്കാൻ വരെ അത് രഹസ്യമായി സൂക്ഷിക്കാൻ ഞാൻ ആഗ്രഹിച്ചു. ഈ നിമിഷം ഞാൻ കുറച്ച് സ്വകാര്യത കൂടി ആഗ്രഹിക്കുന്നു. ഇത് വലിയ ചർച്ചയാക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ലെന്നും സ്വകാര്യതയെ മാനിക്കണമെന്നും ദിയ കുറിച്ചു. ഇപ്പോൾ 3 മാസം ഗർഭിണിയാണ് ദിയ. ഇക്കഴിഞ്ഞ ദിവസമാണ് താൻ അമ്മയാകാൻ പോകുന്ന സന്തോഷം ദിയ പങ്കുവച്ചത്. വിവാഹം കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് ഒരു ബേബിയെ വേണമെന്ന് ആഗ്രഹിച്ചു തുടങ്ങിയതാണ്. ആദ്യ മാസങ്ങളിൽ തന്നെ ഗർഭിണിയാകാഞ്ഞപ്പോൾ അതിന്റെ നിരാശ വളരെ വലുതായിരുന്നു. ഓരോ വട്ടം ടെസ്റ്റ് ചെയ്യുമ്പോൾ നെഗറ്റീവ് ആയപ്പോൾ സങ്കടം കൂടി വന്നു. ഇനി എന്തെങ്കിലും വിഷയമാകുമോ എന്ന് പോലും ഭയന്നു. ഒടുക്കം ലാസ്റ്റ് പീരീഡ്സ് ടൈം കഴിഞ്ഞപ്പോൾ വീണ്ടും ചെക്ക് ചെയ്തു. എന്നാൽ 2 ലൈൻസ് വന്നപ്പോഴും വിശ്വസിക്കാൻ പാടായിരുന്നു. ഒടുക്കം ഗർഭിണിയാണെന്ന് അറിയും വരെ നമ്മൾ സൂപ്പർ വെയിറ്റിംഗ് ആയിരുന്നു. ഇത് നമ്മൾ കാത്തിരുന്ന നിമിഷം എന്നാണ് ദിയ ഏറ്റവും ഒടുവിൽ പങ്കുവച്ച വീഡിയോയിൽ പറയുന്നത്. ഗർഭിണിയാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷത്തെക്കുറിച്ച് താരങ്ങൾ വീഡിയോകളുടെ സംസാരിക്കുകയും ചെയ്തു. ഗർഭിണിയായ ശേഷം ആശുപത്രിയിലേക്ക് പോകുന്നതും ചില ടെസ്റ്റുകൾ എടുക്കുന്നതും ഒക്കെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരുന്നു. ഇത് ശ്രദ്ധയിൽപ്പെട്ടതോടെ രസകരമായ കമന്റുകളുമായിട്ടാണ് ആരാധകരും എത്തിയിരിക്കുന്നത്. വിവാഹം കഴിഞ്ഞ അന്നു മുതൽ ഉടനെ ഒരു കുഞ്ഞിനെ വേണമെന്ന ആഗ്രഹത്തിലായിരുന്നു തങ്ങളെന്നും അതിനുവേണ്ടി ശ്രമിച്ചിരുന്നതായും ദിയ വെളിപ്പെടുത്തിയിരുന്നു. ആദ്യമാസം പ്രഗ്നന്റ് ആവാത്തതിനെ തുടർന്ന് ടെൻഷൻ അടിച്ചെന്നും പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്താണ് ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയതെന്നും ഒക്കെ താരപുത്രി പറയുന്നു. ശേഷം ഇരുവരും ഹോസ്പിറ്റലിൽ പോയി റിസൾട്ട് എടുത്തതും കാണിച്ചു. രണ്ടാൾക്കുമൊപ്പം അമ്മ സിന്ധുവും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞതോടെ ദിയ കരയാൻ തുടങ്ങി. ഇഞ്ചക്ഷൻ ചെയ്യുന്നത് പേടിയായതിനെ തുടർന്നാണ് ദിയ കരഞ്ഞത്. പിന്നീടുള്ള മാസങ്ങളിലും ഇത് തന്നെ ആയിരുന്നു അവസ്ഥ. ഇഞ്ചക്ഷൻ ഫോബിയ ദിയയ്ക്ക് ഉള്ളതാണ് കാരണമെന്നും വീഡിയോയിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇത് കണ്ടതോടെ ദിയയെ പിന്തുണച്ചുകൊണ്ട് ആരാധകരും എത്തുന്നു. സത്യം, നമ്മൾ എത്ര ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞാലും ബ്ലഡ് എടുക്കുന്നത്, ഇഞ്ചക്ഷൻ എടുക്കുന്നതും പേടിയുള്ളവരായിരിക്കും ഭൂരിഭാഗം പേരും. അമ്മയേക്കാൾ വലിയ പോരാളി വേറെയില്ല എന്ന് കേട്ടിട്ടില്ലേ? ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ എന്തൊക്കെ നമ്മൾ ത്യാഗങ്ങൾ സഹിക്കുന്നു. അതുപോലെ തന്നെ ഇഞ്ചക്ഷൻ പേടിയൊക്കെ വഴിയെ മാറിക്കോളും. എപ്പോഴും സന്തോഷമായിരിക്കുക. നല്ല ആരോഗ്യമുള്ള ഒരു കുഞ്ഞുവാവ ഉണ്ടാവട്ടെ. ഇഞ്ചക്ഷൻ എടുത്തപ്പോൾ കരയുന്ന ദിയയെ കണ്ട് ദിയയുടെ ഡെലിവറി പെയിനിനെ കുറിച്ച് ആലോചിച്ചു പോയി ഞാൻ. പാവം, എങ്ങനെ സഹിക്കോ എന്തോ. എന്നാൽ അശ്വിൻ ദിയയെ എത്ര നന്നായിട്ടാണ് ആശ്വസിപ്പിക്കുന്നത്. ഇങ്ങനൊരു ഭർത്താവിനെ കിട്ടിയ നിങ്ങൾ ഭാഗ്യവതിയാണ്. ദിയയുടെ അമ്മയുടെയും അച്ഛനെയും സഹോദരിമാരെയും റിയാക്ഷൻ കാണാൻ പറ്റിയിരുന്നെങ്കിൽ നന്നായേനെ. ഗർഭിണിയാണെന്ന് വെളിപ്പെടുത്തുന്നതിന് മുൻപ് തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഇത് ഗർഭമാണെന്ന് ഊഹിച്ച് പറഞ്ഞത്. അതിലൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടുള്ളൂ ആളുകൾ. ഇങ്ങനെ ജോളിയായിട്ട് നടക്കുന്ന ഒരു പെൺകൊച്ച് ഇതുപോലെ അമ്മയാവണമെന്നുള്ള ആഗ്രഹങ്ങൾ പറയുന്ന കേൾക്കുമ്പോൾ സന്തോഷം തോന്നും. കണ്ടിരിക്കാനും നല്ല രസമുണ്ട് എന്നിങ്ങനെ നീളുകയാണ് കമന്റുകൾ. തുടക്കത്തിൽ തന്നെ എത്ര പേരാണ് ഉറപ്പിച്ച് പറഞ്ഞത്. അതിനൊക്കെ മലയാളികളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇങ്ങനെ ജോളിയായിട്ട് നടക്കുന്ന ഒരു പെൺകുച്ചി ഇങ്ങനെയുള്ള ആഗ്രഹങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ സന്തോഷം, നല്ല രസമുണ്ട്. നല്ല ആരോഗ്യത്തോടെ ആരോഗ്യമുള്ള ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ സാധിക്കട്ടെ. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുന്നുണ്ടെങ്കിലും പെട്ടെന്ന് ഈ വീഡിയോ കണ്ടപ്പോൾ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം എന്നിങ്ങനെ 100 കമന്റുകൾ കൊണ്ട് നിറയുകയാണ് ദിയയുടെ കമന്റ് ബോക്സ്. കാത്തിരുന്ന കൺമണി, ദിയയുടെ ഡെലിവറി പെയിനിനെ കുറിച്ച് ഞാൻ ആലോചിച്ചു പോയി. പാവം, എങ്ങനെ സഹിക്കോ എന്നാണ് ഇഞ്ചക്ഷനോടുള്ള ദിയയുടെ പേടി കാണുമ്പോൾ മറ്റു ചിലർ കുറിച്ചത്.